നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമ്പത്തിക നില ഗുരുതരമെന്ന് വ്യക്തമാക്കി ഗവർണറുടെ നയപ്രഖ്യാപനം. ഭൂനിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവാവധി. കേരള സിലബസ് കാലാഹരണപ്പെട്ടതാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി. ബോധപൂർവം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും ശിവൻകുട്ടി. പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെ CPI ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ യുവതിയെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്തുകുന്ന് മാരാത്ത് ഹൌസിൽ രാമദാസിന്റെ ഭാര്യ 48 വയസ്സുകാരി സുമതിയാണ് മരിച്ചത്. മുരുക്കുംപാറ ചവറാമ്പാടം റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ മാർച്ച് നടത്തി. മാളയിലെ സ്റ്റേഡിയം വീണ്ടെടുക്കാൻ ഡീനോട്ടിഫൈ നടപടികൾക്കായി മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കി തരണമെന്ന് മന്ത്രി OJ ജനീഷ്. മാള K. കരുണാകരൻ സ്മാരക സ്റ്റേഡിയം പുരാവസ്തു വകുപ്പ് സ്വയം ഏറ്റെടുത്തതല്ലെന്നും മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കി ആവശ്യപ്പെട്ടുവെന്നും തുടർന്ന് സർക്കാരിൽ സമ്മർദ്ദമുണ്ടാക്കി നോട്ടിഫൈ ചെയ്യിപ്പിച്ചതാണെന്നും മന്ത്രി. മറ്റത്തൂർ ചെട്ടിച്ചാലിൽ പലഹാര നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. പലഹാര നിർമ്മാണ യൂണിറ്റിൽ സൂക്ഷിച്ചിരുന്ന വിറക് ശേഖരമാണ് കത്തിനശിച്ചത്. സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് റവന്യൂ ഇൻസ്പെക്ടർ ഹരി പക്ഷിയിലിന് അന്തിക്കാട് ദേവസ്വം കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. മുൻമന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ ചരമവാർഷിക ദിനത്തിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു. പുല്ലൂറ്റ് നടന്ന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ തുടങ്ങിയവർ പങ്കെടുത്തു. മാനവിക മൂല്യങ്ങൾ ഉയർത്തി വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാനും മിതത്വശീലം വളർത്താനും ഉദ്ബോധിപ്പിക്കുന്ന ചെസക്കബിൾ ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിന്റെ മിത്രമേള നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്നു. വിവിധ സാമുദായിക നേതാക്കന്മാർ ഒത്തുചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 145 രൂപ വർദ്ധിച്ച് 14,450 രൂപയും 1 പവൻ സ്വർണത്തിന് 1,160 രൂപ വർദ്ധിച്ച് 1,15,600 രൂപയുമായി. പീച്ചി വന്യജീവി ഡിവിഷനിലെ പീച്ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ മണിയൻകിണർ ഒളകര ആദിവാസി ഉന്നതികളിൽ സുവർണവനം എന്ന പേരിൽ മഞ്ഞൾ കൃഷി പദ്ധതി ആരംഭിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് മഹാദേവ നൃത്ത വിദ്യാലയത്തിൽ അധ്യാപിക ശാലിനി ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച 7ാമത് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു. കലാമണ്ഡലം കാർത്തികേയൻ, കലാമണ്ഡലം സുബിൻ രാജ്, സുരേഷ് നമ്പൂതിരി എന്നിവർ പക്കമേളമൊരുക്കി. BJP പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം അശ്വതി ജിനേഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ അമ്മ വായനയും വിദ്യാലയങ്ങൾക്കുള്ള പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ BRCയിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ കൗൺസിലർ സാജൻ C. ജോർജ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വീണ്ടും പ്രതിഷേധം. അസഹനീയമായ ദുർഗന്ധം ഉയർന്നതോടെയാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനായി മാതാ അമൃതാനന്ദമയി ജൂൺ 3, 4 തീയതികളിൽ തൃശൂരിലെത്തും. ചൊവ്വാഴ്ച വൈകിട്ട് മഠത്തിലെത്തുന്ന അമൃതാനന്ദമയിയെ തൃശൂർ പൗരാവലി സ്വീകരിക്കും. ടെൻഡൻസ കിഡ്സ് ടീൻ മിസ് ആൻഡ് മിസസ് തൃശൂർ സീസൺ 4 സൗന്ദര്യ മത്സര വിജയികളെ പരിചയപ്പെടുത്തി സംഘാടകർ. ഫാഷൻ, ഗ്ലാമർ, ആത്മവിശ്വാസം എന്നിവ അടിസ്ഥാനമാക്കി 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. സുപ്രീംകോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ പട്ടികജാതി വിരുദ്ധ വിധിക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പരപ്പുഴ ദേവീക്ഷേത്രത്തിൽ നെട്ടന്റെ കുറി ആഘോഷിച്ചു. ക്ഷേത്രം ശാന്തി കണ്ണൻ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കാട്ടകാമ്പൽ പഞ്ചായത്ത് അയ്യൂർ വെസ്റ്റ് 8ാം വാർഡ് BJP കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർഡംഗം മോനിഷ രജീഷ് അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിൻഷ ഷെറിനെ കേരള പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു.
പോർക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പറമ്പിൽ നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. പറമ്പിലെ പുല്ല് വെട്ടി നീക്കം ചെയ്യുന്നതിനിടയിലാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് റെസ്ക്യൂവർ രാജൻ പെരുമ്പിലാവെത്തി മലമ്പാമ്പിനെ പിടികൂടി. ഏനമാക്കൽ പരിശുദ്ധ പോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. ഫാദർ പോൾസൺ പാലത്തിങ്കൽ, തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ, ഡീക്കൻ പ്രിൻസ് ആറുകാക്കൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ചങ്ങരംകുളം മാന്തളം സ്വദേശികളായ 3 പേർക്കാണ് പരിക്കേറ്റത്. തൃപ്പയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന മത്സ്യത്തൊഴിലാളിയെ അനുമോദിച്ചു. നാട്ടിക കടപ്പുറത്ത് നടന്ന അനുമോദന സദസ്സ് സർഗ സംസ്കൃതി വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.